4 വോട്ടിനു വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് ഏതറ്റം വരെയും താഴും. ഇതിന് ഉദാഹരണമാണ് കോതമംഗലത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ പേക്കൂത്തുകൾ തെളിയിക്കുന്നത്. കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ ദാരുണമായി കൊല്ലപ്പെടുന്നു. അതിൻ്റെ ഞെട്ടലിൽ തളർന്നിരിക്കുന്ന കുടുംബത്തെ കാഴ്ചക്കാരാക്കി മൃതദേഹം ബലം പ്രയോഗിച്ച് മോർച്ചറിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി രാഷ്ട്രീയ സമരം നടത്തുന്ന കോൺഗ്രസ്. ഈ പ്രവൃത്തിയും സമര കോലാഹലവും തികച്ചും അപലപനീയവും അരോചകവും എന്ന് പറയാതെ വയ്യ. മൃതദേഹം കടത്തിയെന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് UDF നേതാക്കൾ ബലമായി കൊണ്ടുപോയതെന്ന് പറഞ്ഞത് ഇന്ദിരയുടെ സഹോദരൻ സുരേഷാണ്. പ്രതിഷേധം രാഷ്ട്രീയ സമരമാക്കിയതിനോട് എതിർപ്പുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതായത് കോൺഗ്രസ്സുകാർ മൃതദേഹത്തോട് കാട്ടിയത് തികഞ്ഞ അനാദരവ് തന്നെയെന്ന് ചുരുക്കം. സുരേഷ് സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി കൊണ്ടുപോയതിനോട് യോജിപ്പില്ല. പ്രതിഷേധക്കാർ മൃതദേഹത്തോട് അനാദരവ് കാട്ടി. അതിനോടൊന്നും യോജിപ്പില്ലായിരുന്നു. ഇനി പ്രതിഷേധിക്കാനില്ല. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ മുണ്ടോൻ വീട്ടിൽ ഇന്ദിരാ രാമകൃഷ്ണൻ്റെ ആകസ്മിക വേർപാടിൽ ഹൃദയം തകർന്ന് മകൻ ഷിബു നിൽക്കുമ്പോഴായിരുന്നു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മൃതദേഹം ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോയത്. ജനപ്രതിനിധികളിൽ നിന്ന് ഇത്തരമൊരു മനുഷ്യത്വരഹിത നീക്കം മകനും പോലീസും പ്രതീക്ഷിച്ചിരുന്നില്ല. മൃതദേഹം കാണാനെന്ന് പറഞ്ഞാണ് മോർച്ചറിക്കുള്ളിൽ നേതാക്കൾ കയറിപ്പറ്റിയത്. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം പ്രവർത്തകരും മോർച്ചറിക്കുള്ളിലെത്തി. തുടർന്ന് പോലീസിന് നേരെ തിരിഞ്ഞു. ബലപ്രയോഗത്തിലൂടെ സ്ട്രെച്ചർ സഹിതം മൃതദേഹം കൈക്കലാക്കി. മണിക്കൂറുകൾ കോൺഗ്രസ്സുകാർ പ്രദേശത്ത് അഴിഞ്ഞാടി. ഗതാഗതം സ്തംഭിപ്പിച്ചു. പോലീസിനെ ആക്രമിച്ചു. മൃതദേഹം വിട്ടുകിട്ടാൻ നടപടി സ്വീകരിക്കണമെന്ന് മകൻ പോലീസിനോടും കളക്ടറോടും അഭ്യർത്ഥിച്ചു. ഈ ചെയ്യുന്നത് ശരിയല്ലെന്നും നീതി നടത്തിത്തരണമെന്നുമാണ് ഷിബു അഭ്യർത്ഥിച്ചത്. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടം. കുടുംബം എതിർപ്പറിയിച്ചിട്ടും മൃതദേഹം തെരുവിൽ കിടത്തി. അക്രമം അഴിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനായിരുന്നു കോൺഗ്രസ് ശ്രമം. ഇവർക്ക് ഓശാന പാടാൻ കുറേ വലത് മാധ്യമങ്ങളും ഇവരെല്ലാം ചേർന്ന് നടത്തിയ കലാപനീക്കമാണ് സമയോചിത ഇടപെടലിലൂടെ പോലീസ് തടഞ്ഞത്. സംഭവത്തിൽ 12 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് മൃതദേഹം കരുവാക്കിയതിൽ സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നിരുന്നു. മോർച്ചറിയിൽ നിന്നും മൃതദേഹം ബലമായി കടത്തിയ ഡീൻ കുര്യാക്കോസ് MPക്കെതിരെ വലിയ വിമർശനമാണ് പൊതുസമൂഹത്തിൽ നിന്നുയരുന്നത്. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ കേന്ദ്ര നിയമം വലിയ തടസ്സം സൃഷ്ടിക്കുന്നതറിയാവുന്ന MP പാർലമെൻറ്റിൽ ഈ വിഷയത്തിൽ എന്തിടപെടൽ നടത്തിയെന്ന ചോദ്യവും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. പാർലമെൻറ്റിൽ വാതുറക്കാത്ത MP മൃതദേഹം കടത്തി രാഷ്ട്രീയ നാടകമാടിയത് എന്തിനാണെന്ന് നാട്ടുകാർക്ക് നന്നായി ബോധ്യപ്പെട്ടെന്ന് സാരം. തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന തിരിച്ചറിവ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ സമനില തെറ്റിച്ചിരിക്കുന്നു. ഇക്കൂട്ടരുടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പ്രവൃത്തികൾക്ക് കേരളീയ പൊതുസമൂഹം കനത്ത തിരിച്ചടി നൽകും.